ഹായ് ഹലോ ഫാമിലി ടൈൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ കാഴ്ച എവിടെയാണെന്ന് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണേ. ഞാനിതിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ചയിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഫുഡുകളുടെയും, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെറൈറ്റി ഫുഡുകൾ, അതേപോലെ നല്ല ഫുഡ് സ്പോട്സ്, അതേപോലെ ട്രാവലിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ്, കാര്യങ്ങൾ, കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാം പോയി കാണാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ അത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ആ പാറയിലൂടെ ഇങ്ങനെ കയറി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരും വരാതിരിക്കേണ്ട. നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ് സമയത്ത് വരണം. ഈവനിങ് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല കാറ്റുണ്ട് കേട്ടോ. അതുപോലെ വെയിൽ മങ്ങി തുടങ്ങിയ സമയമായതുകൊണ്ട് വലിയ ചൂടും ഉണ്ടാവില്ല. പിന്നെ പ്രകൃതിയുടെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനും കണ്ണിനൊക്കെ ഒരു സുഖമല്ലേ. അപ്പോൾ ഒരു സൺസെറ്റ് സമയത്തൊക്കെ വരികയാണെങ്കിൽ സൺസെറ്റൊക്കെ ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ സൺസെറ്റിൻ്റെ ആ ഒരു സമയമായിട്ടില്ലെങ്കിൽ പോലും സൂര്യൻ അങ്ങനെ അസ്തമിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. ഒരു 5 മണിക്കൊക്കെ ശേഷം. ആ സമയത്ത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല കിളികളുടെ കളകളാരവം, അത് തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമല്ലേ. പിന്നെ ഇരിക്കാനൊക്കെ പറ്റിയ നല്ല പുല്ലൊക്കെ പടർന്ന് പിടിച്ചിട്ടുള്ള പാറക്കെട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊക്കെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ജന്തുക്കളോ കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരിക്കാൻ. അത്തരം പ്രിക്കോഷൻസൊക്കെ എടുക്കണേ. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ ആയിരിക്കും ഈ പാറക്കെട്ട് നമുക്ക് സമ്മാനിക്കുക. ഞാനൊരു യാത്ര പോയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ കേശവൻപാറ വ്യൂ പോയിന്റ് കണ്ടൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ദൂരം പോയിട്ട് കേശവൻപാറ വ്യൂ പോയിന്റ് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയുടെ ഒരു പകുതി പോലും അതില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്കതൊന്നും അറിയില്ല, നമ്മളതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്നിട്ട് മൂന്നാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിട്ട് ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ വലിയ അത്ഭുതത്തോടെ പോയി കാണൂല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരം വീഡിയോസാണ് എൻ്റെ വരും വീഡിയോസിലൊക്കെ വരിക. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളും എൻ്റെ കൂടെ കൂടണം. വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്ന് കൂടണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കണം. പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലാണ് വരേണ്ടത്, അത് മറക്കരുത്. ആ പാറയിൽ നിന്ന് ചുറ്റുമുള്ള വ്യൂസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റും കുറച്ച് ദൂരത്തായിട്ട് മലനിരകളാണ്. പിന്നെ നല്ല തെങ്ങിൻ്റെ കാഴ്ചകളാണ്. കേരനിരകളാടും അല്ലേ, ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റുഭാഗവും നല്ല ഒരുപാട് കിളികൾ ചേക്കേറിയിട്ടുണ്ട്. കാരണം ഈവനിങ് സമയമായതുകൊണ്ട് അവരെല്ലാവരും കൂടണഞ്ഞൊരു സമയമാണ് തോന്നുന്നു. എല്ലാ വൃക്ഷങ്ങളിലും കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ട് എന്നാണ് നമ്മളെ കൊളീഗ് പറയണേ. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഒരു കാഴ്ചയും കൂടി നമുക്ക് ഇവിടുന്ന് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ. ഒരുപാട് സമയം ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം വരണം കേട്ടോ. ഒരു 5-5:30 ആയിട്ട് വന്നാൽ മതി. ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പാറപ്പുറത്ത് കയറിയെന്ന് മാത്രം. ആ പോകുന്നു ട്രെയിനൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ അധികം സാമൂഹ്യ വിരുദ്ധരൊന്നും വരാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധരൊന്നും വരാത്തൊരു സ്പോട്ടായിരിക്കും. അതുകൊണ്ട് ഈവനിങ്ങിലൊക്കെ നമുക്ക് സേഫായിട്ട്, കാരണം ചുറ്റുഭാഗം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോയി കാറ്റൊക്കെ കൊള്ളണമെന്നുണ്ടെങ്കിലൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. അത് ഇവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാറ കാണുക. നമ്മളെ വലമ്പൂരിൽ നിന്ന്
പട്ടിക്കാട് നിന്ന് വലമ്പൂരിലേക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ. കയറി കഴിഞ്ഞ ഉടനെയാണ്.